ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും IPSR യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലൈറ്റ്റൂം എന്ന ഫോട്ടോ എഡിറ്റിംഗ് ടൂളിനെ പറ്റിയാണ് നോക്കുന്നത്. ലൈറ്റ്റൂം ഒരു മൊബൈൽ ഫ്രണ്ട്ലി ആയ കാരണം ഞാനത് ഫോണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ലൈറ്റ്റൂം ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലൈറ്റ്റൂം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് കാണിക്കും. അതിൽ നമ്മൾ സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ ഞാൻ കൊടുക്കുന്നത് എൻ്റെ മെയിൽ ID വെച്ചാണ്. അപ്പോൾ മെയിൽ ID വെച്ച് ഞാൻ സൈൻ ഇൻ ചെയ്യുന്നു. അതുകൂടാതെ ഫേസ്ബുക്ക്, ഗൂഗിൾ, ആപ്പിൾ അങ്ങനെ 3 വേറെ വഴികളുമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു വെരിഫൈ കോഡ് നമ്മുടെ മെയിൽ IDയിലേക്ക് വരുന്നതാണ്. അതൊരു 6 ഡിജിറ്റ് നമ്പർ ആവാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. അതൊരു 6 ഡിജിറ്റ് നമ്പറാണ്. അത് എൻ്റെ മെയിൽ IDയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 126 അത് വെരിഫൈ ചെയ്തപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആയതാണ്. ലൈറ്റ്റൂം മൊബൈൽ ഫ്രണ്ട്ലി ആയതാണ്. ഞാൻ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇതാണ് ഹോം പേജ്. ലൈറ്റ്റൂമിൻ്റെ ഹോം പേജ് ഇതാണ്. ഇനിയും നമ്മൾ ഏത് ഫോട്ടോയാണോ ഗാലറിയിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടുന്നത് ആ ഫോട്ടോ നമ്മൾ ഗാലറിയിൽ നിന്ന് എടുത്ത് ലൈറ്റ്റൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ ലൈറ്റ്റൂമിൽ വന്നിട്ടുണ്ട്. അത് ഓൾ ഫോട്ടോയിൽ എന്ന ഓപ്ഷനിലുണ്ട്. ആ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കാണിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോപ്പാണ് ചെയ്യുന്നത്. ക്രോപ്പ് ചെയ്യുകയാണ് ഞാൻ. അതിൻ്റെ ഈ പിക്ചറിലെ പൂവിനെ മാത്രമാണ് എനിക്ക് വേണ്ടത്. ആയതിനാൽ ഞാൻ ഇവിടെ പൂവിൻ്റെ മാത്രം ഭാഗം താഴത്തെ ബാക്ക് സൈഡിലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പരമാവധി ഒഴിവാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ലൈറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ എക്സ്പോഷർ ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ കോൺട്രാസ്റ്റ് കൂട്ടാൻ ശ്രമിക്കുകയാണ്. കൂട്ടിയും കുറച്ചും നോക്കുന്നു. അതിൻ്റെ ഹൈലൈറ്റ്സ് ഞാൻ കുറച്ചു. അതിൻ്റെ ഷാഡോസ് കുറച്ചും കൂട്ടിയും ശ്രമിക്കുന്നു. വൈറ്റിലും ഒരു മാറ്റം വരുത്തുന്നു. ബ്ലാക്കിലും മാറ്റം വരുന്നു. അതിനനുസരിച്ച് പിക്ചറിൽ മാറ്റം വരികയാണ്. പിന്നെ കർവ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഓരോ ആംഗിളിൽ ഞാൻ വ്യത്യാസം വരുത്താൻ ശ്രമിക്കുകയാണ്. ഓരോ ആംഗിളിൽ ഞാൻ വ്യത്യാസം വരുത്തിയതിന് ശേഷം അതിൻ്റെ പിക്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതേ ഒരു എഡിറ്റിംഗ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ചിത്രങ്ങൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ കർവിലും ഓരോ മാറ്റങ്ങൾ ഞാൻ വരുത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ കളർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൻ്റെ ടെമ്പ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അടുത്തത് വിബ്രൻസ് എന്ന ഓപ്ഷൻ ഞാൻ ഒന്ന് കൂട്ടി നോക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഒരു കൂട്ടൽ മാത്രമേ നടത്തുന്നുള്ളൂ. പിന്നെ അടുത്ത എഫക്റ്റ് എന്ന ഓപ്ഷനിൽ ഞാൻ ടെക്സ്ചർ കൂട്ടുന്നു. ക്ലാരിറ്റി കുറയ്ക്കുന്നു. പിക്ചറിൻ്റെ ഹേസിൽ ഞാനൊരു മാറ്റം വരുത്തുന്നു. ഹേഡ്സ് എന്ന ഓപ്ഷനിൽ കുറയ്ക്കുന്നു. പിക്ചറിലെ വിഗ്നൈറ്റ് ഞാൻ കുറയ്ക്കുന്നു, കുറച്ച് മാത്രം. പിന്നെ മിഡ് പോയിൻറ്റിലും ചെറിയൊരു മാറ്റം മാത്രം ഞാൻ കുറയ്ക്കുകയാണ്. അടുത്തതായി പിക്ചറിൻ്റെ ഫെർദറിൽ ഞാനൊന്ന് കുറയ്ക്കുകയാണ്. കുറച്ചും കൂട്ടിയും നോക്കുന്നു. അതിനനുസരിച്ച് ഞാൻ മാറ്റം വരുത്തുന്നു. പിന്നെ പിക്ചറിലെ ഹൈലൈറ്റ്സ് ഞാനൊന്ന് കുറച്ച് കൂട്ടി നോക്കുന്നു. പിന്നെ റൗണ്ട്നെസ് കൂട്ടി നോക്കുന്നു. പിന്നെ ഗ്രെയിൻ കൂട്ടുന്നു. അതിലെയും റൗണ്ട്നെസ്സിന് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. പിന്നെ ഡീൽസ് എന്ന ഓപ്ഷനിൽ പോയതിന് ശേഷം അതിൻ്റെ ഷാർപ്നെസ് ഞാൻ വളരെയധികം കൂട്ടുന്നു. പിന്നെ റേഡിയസ് വളരെ ഞാൻ കൂട്ടുകയാണ്, ഒരു ശകലം മാത്രം. പിന്നെ ഡീറ്റെയിൽ ഞാൻ കൂട്ടുകയാണ്. പിന്നെ അതിൻ്റെ പ്രോഡക്ട്സും അതിൻ്റെ കൺട്രാസ്റ്റ്, അതിലെ ഡീൽസ് അതെല്ലാം ഞാൻ കുറച്ചും കൂട്ടി നോക്കുകയാണ്. പിന്നെ സ്മൂത്ത്നെസ് അതൊന്ന് ഞാൻ ശകലം ഒരു ചെറിയ രീതിയിൽ മാറ്റം വരുത്തുന്നതാണ്. പിന്നെ മറ്റുള്ള ഓപ്ഷനും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ഓപ്ഷൻസും ഞാൻ നോക്കുന്നു. ഈ പിക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനായി വീണ്ടും ഞാൻ ക്രോപ്പിൽ ചെന്നിട്ട്
ക്രോപ്പ് എന്ന ഓപ്ഷൻ ചെന്നിട്ട് അത് റൗണ്ട് അടിച്ച് നോക്കുകയാണ്. റൗണ്ട് എന്ന ഓപ്ഷൻ ഇട്ട് നോക്കുന്നു. അതിൽ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടപ്പെടുന്നത് അത് ആ രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ്. അത് നമുക്ക് ലോഡായിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ അത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ടൂളാണ് ലൈറ്റ് എന്നതൊരു ഫ്രീ എഡിറ്റിംഗ് ടൂളായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ് ഇതിലെ വ്യത്യാസം. ആ പിക്ചറിൻ്റെ ക്ലാരിറ്റി ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുത്തതിൻ്റെ അതേ ക്ലാരിറ്റി നമുക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.